മക്കളെ, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ മുന്നിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാം സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് പാത്തജൻസ് കോസസ് ലെപ്രസി ഇൻ ഹ്യൂമൻസ്? അതായത് നമ്മൾ മനുഷ്യരില് ലെപ്രസി ഉണ്ടാക്കുന്ന ഓർഗാനിസം ഏതാണ്? സാൽമോണെല്ല ആണോ, മൈക്കോബാക്ടീരിയം ആണോ, TMV ആണോ, മോണോസിസ്റ്റസ് ആണോ? ഏതാ ആൻസർ? നമുക്ക് കിട്ടിക്കഴിഞ്ഞു, മൈക്കോബാക്ടീരിയം ആണല്ലോ. എന്റെ കൂടെ നിങ്ങളും പറയാട്ടോ. പിന്നെ ബോൺസ് ഓഫ് റെപ്റ്റൈൽസ് ആർ കവേർഡ് ബൈ കെരാറ്റിൻ, കൈറ്റിൻ, കാൽഷ്യം, അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ്. അതായത് നമ്മുടെ റെപ്റ്റൈൽസിന്റെ അസ്ഥി അല്ല, അത് എന്ത് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? കൈറ്റിൻ അല്ല, നമുക്ക് അറിയാം. കാൽഷ്യവും അല്ല. പിന്നെ ആൻസർ എന്താണ്? കെരാറ്റിൻ. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് വാസ് എ ലിവിംഗ് ഫോസിൽ? അപ്പൊ നമുക്ക് ലിവിംഗ് ഫോസിലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കിക്കേ, ഡൈനോസേഴ്സ് ആണോ? ഡൈനോസേഴ്സ് ഇപ്പൊ എന്തായാലും ഇല്ലല്ലോ നമ്മുടെ ഭൂമിയിൽ. സ്നേക്സ് ആണോ, ലിസാർഡ്സ് ആണോ, അല്ലെങ്കിൽ ടൊട്ടാറയാണോ? അതായത് നമ്മുടെ സ്ഫിനോഡൺ ആണോ? ടൊട്ടാറ എന്ന് പറയുന്നത് എന്താടാ? സ്ഫിനോഡൺ ആണ് കേട്ടോ. യെസ്. അപ്പൊ ഇതിൽ ആരാടാ? ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ട് നമ്മുടെ സ്ഫിനോഡൺ, ടൊട്ടാറ അല്ലെ, അതാണ് നമ്മുടെ ലിവിംഗ് ഫോസിൽ. ദ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ റെപ്റ്റൈൽസ് ഇസ് ഗിൽസ്, എപ്പിഡെർമസ്, സ്കിൻ. റെപ്റ്റൈൽസ് നമ്മളെപ്പോലെ തന്നെയാണ് ബ്രീത്ത് ചെയ്യുക ത്രൂ ലങ്സ് ആണ്. യൂറിക്കോടെലിസം വാസ് ഫൗണ്ട് ഇൻ. അപ്പൊ യൂറിക്കോടെലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് യൂറിക് ആസിഡിനെ നൈട്രോജീനസ് വേസ്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നില്ലേ, അവരാണ് യൂറിക്കോടെലിസം കാണിക്കുക. ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ് ആണോ? ബേർഡ്സ്, ലാൻഡ് റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട്സ് ആണോ? മാമൽസ് ആൻഡ് ബേർഡ്സ് ആണോ? ഫിഷ് ആൻഡ് ഫ്രഷ് വാട്ടർ പ്രോട്ടോസോവൻസ് ആണോ? അപ്പൊ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് ലീസ്റ്റ് ടോക്സിക് അല്ലേ. അപ്പം ഈ ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള നൈട്രോജീനസ് വേസ്റ്റ് ആയ ഒരു യൂറിക് ആസിഡിനെ എലിമിനേറ്റ് ചെയ്യാൻ അധികം വാട്ടറിന്റെ കണ്ടന്റ് ഒന്നും വേണ്ട. അപ്പം സോളിഡ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു പേസ്റ്റ് പെല്ലറ്റ് രൂപത്തിലാണ് ഇതിനെ ഇവര് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്. സോ അതാരാണ്? ബേർഡ്സ്, ലാൻഡ് റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്. ഇതാണ് ആൻസർ വരിക. അപ്പൊ ഈ ക്വസ്റ്റൻസ് ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയാ? ഇതൊക്കെ ഈസി ആണല്ലോ മാം, ഭയങ്കര സിമ്പിൾ ആണല്ലോ, എന്നാ പിന്നെ എക്സാം അങ്ങ് എഴുതാണല്ലേ. യെസ്, ദാറ്റ് ഈസ് MVSAT, മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ്. അപ്പൊ ഈ ഒരു എക്സാം നിങ്ങൾ എല്ലാവരും എന്തായാലും രജിസ്റ്റർ ചെയ്യുക. ഇതുപോലെയുള്ള മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു എക്സാമിന് ചോദിക്കുകയുള്ളൂ. അതൊരു ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ്. എക്സാം ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, അതായത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നീറ്റ് JEE ആസ്പിറൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ഒരു എക്സാം ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് എക്സാം എപ്പോഴാണ് കണ്ടക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ഡിസംബർ 2ാം തീയതി, ഡിസംബർ 10ാം തീയതിക്കുള്ളിൽ ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി എഴുതാം. അതായത് ഈ ദിവസങ്ങളുടെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം പോയി എഴുതാവുന്നതാണ്. അപ്പൊ കേരളത്തിൽ നിലവിൽ ഓഫ്ലൈൻ സെന്റേഴ്സ് ഇല്ല എന്ന് വെച്ച് പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. എന്താ, ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ടല്ലോ, അതിലൊന്നും കൂടി എളുപ്പമല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യുക. ഡിസംബർ 2-നും 10-നും ഇടയിലായിരിക്കും എക്സാം ഉണ്ടാവുക. നിങ്ങൾ ഏത് ദിവസം വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ക്വാളിഫൈ ആയാൽ നിങ്ങൾക്ക് വേദാന്ത് ഒരുക്കുന്ന ഇഷ്ടം പോലെ എക്സൈറ്റിംഗ് റിവാർഡ്സ് ലഭിക്കുന്നതായിരിക്കും അല്ലേ. ഓക്കെ, അപ്പം ഇവ ഓഫ്ലൈൻ ആയിട്ട് എഴുതുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എവിടെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ ചെന്നൈ, മധുരൈ, പൂനെ, ഡൽഹി, നാഗ്പൂർ, പട്ടിയാല, ഇങ്ങനെ പല പല സ്ഥലത്ത് നിന്ന് ഓഫ്ലൈൻ ആയിട്ട് എക്സാം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ തന്നെയുള്ള ആൾക്കാർക്ക് ഇവിടെയൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഓൺലൈൻ തന്നെ ഓപ്റ്റ് ചെയ്യാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളൊരു എക്സാം എഴുതി, ഈ ഒരു എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അല്ലെ, ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളെ പെർഫോമൻസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും അല്ലെ. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളെ റാങ്ക് എന്താണെന്ന് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. ആൻഡ് ആ റാങ്ക് എത്രയാണോ അതിനനുസരിച്ചുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പൊ എല്ലാവർക്കും ഒരേ റാങ്ക് ആവണമെന്നില്ലല്ലോ. അപ്പൊ ടോപ്പ് റാങ്കിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 100% അഷ്വർഡ് സ്കോളർഷിപ്സ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ വേദാന്തയിലെ ടോപ്പ് ടീച്ചേഴ്സ് എടുക്കുന്ന കോഴ്സസ് ഒക്കെ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ആൻഡ് ടോപ്പ് റാങ്കിൽ വന്ന 100% തന്നെയാണ് ഡിസ്കൗണ്ട് കേട്ടോ. പിന്നെയാണ് അത് കുറച്ച് താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറയുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. നല്ല ലാഭമുള്ള പരിപാടിയാണ് ശരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ JEE നീറ്റുകാർക്കൊക്കെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻസ് വരുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പൊ JEEക്കാർക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് വീതം. ഓരോ ശരി ഉത്തരത്തിന് 4 മാർക്കും, തെറ്റുത്തരത്തിന് മാർക്ക് കുറയുന്നില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. ആൻഡ് 1 hour ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ.
ഓക്കെ, നീറ്റുകാർക്കാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിൽ കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് വീതവും ബയോളജിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് വീതവുമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്കും ഓരോ നെഗറ്റീവ് ആയിട്ടുള്ള ഉത്തരത്തിനും മാർക്ക് ഇതുപോലെ തന്നെ കുറയുന്നില്ല. 1 hour ആണ് നിങ്ങളുടെ എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഓഫ്ലൈൻ ആയിട്ട് എഴുതുന്ന ആൾക്കാർക്ക് ടോപ്പ് റാങ്ക് വന്നാൽ നിങ്ങൾ സ്വപ്നം പോലും കാണാത്തൊരു കാര്യം എന്താണത്? ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് 5 ദിവസം സ്പേസ് റിസർച്ച് സെന്ററിൽ ചുറ്റി നടന്ന് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം അതും ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. എക്സാം എഴുതുന്ന എല്ലാവർക്കും റിവാർഡ്സ് ഉണ്ട്. അതിൽ നല്ല റാങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഡ്രോൺ, സ്മാർട്ട് വാച്ച്, ടെലസ്കോപ്പ് പോലെയുള്ള കുറേ നമുക്ക് എന്ന് തോന്നിക്കുന്ന കുറേ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. ചുമ്മാ നിങ്ങൾ ഞാൻ തന്ന ആ ഒരു രജിസ്ട്രേഷൻ ലിങ്കിൽ കയറി ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെ, പേരും ഡീറ്റെയിൽസും കോഴ്സും കൊടുക്കുക. ഓക്കെ, അടിക്കുക, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. 1 hour കൊണ്ട് എക്സാം എഴുതാം. നിങ്ങൾക്ക് അതിൽ നല്ല റാങ്ക് വാങ്ങുകയാണെങ്കിൽ ഈ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. ആരും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങി അങ്ങ് ഇറങ്ങുക കേട്ടോ. വലിയ എന്താ പറയാ വർക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് സമയം ചെലവഴിക്കേണ്ട, വലിയ ഭാരം ഒന്നും എടുത്ത് തലയിലൊന്നും വെക്കാനില്ല അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ ഇത് മിസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയാ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് പറയാം ഇങ്ങനെ MVSAT നടക്കുന്നുണ്ട്, സോ രജിസ്റ്റർ ചെയ്യാം, നമുക്ക് ആ എക്സാം എഴുതാം. അവർ അത്രയധികം റിവാർഡ്സും ഗിഫ്റ്റും ഒക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സോ നമുക്ക് മിസ് ചെയ്യേണ്ടെന്ന് അവർക്കും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ, ടാറ്റാ.